إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنا تصرفون ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും എല്ലാ സന്ദർഭത്തിലും അനുസ്മരിച്ചുകൊണ്ടും അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ്. ജീവിതത്തിൽ എല്ലാ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും ആശ്വാസത്തിനും വളരെ അനിവാര്യമായ ഒരു ഘടകമായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവുമായുമുള്ള ബന്ധം സുശക്തമായി സൂക്ഷിക്കുക എന്നതാണ്. ഒരിക്കലും ബലഹീനമാവാതെ ഉലഞ്ഞു പോവാതെ എപ്പോഴും സജീവമായി നിൽക്കേണ്ട ഒരു ബന്ധമാണ് നമുക്ക് അള്ളാഹുവിനോടുള്ളത്. അതുപോലെയുള്ള ബന്ധം ലോകത്ത് മറ്റാരോടുമില്ല. മാതാപിതാക്കളും ഭാര്യയും കുട്ടികളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെയുണ്ടെങ്കിലും അതെല്ലാം ഒരു പോയിന്റിൽ അവസാനിക്കും. അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് നമ്മൾ മൈൻഡ് ചെയ്യുകയില്ല. എന്നാൽ അള്ളാഹുവുമായുമുള്ള ബന്ധം അങ്ങനെയല്ല. മരിക്കുവോളവും മരിച്ചു കഴിഞ്ഞാലും ആ ബന്ധം നിലനിൽക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറയാനും കാരണം. അതിൽ പ്രധാനം അള്ളാഹുവിനെ അറിയുക എന്നത് തന്നെയാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ വേണ്ട പോലെ അറിയണം. അതൊരു ഇൽമാണ്. ഫഅലം ഒരു തരത്തിലുള്ള ഇൽമാണ്. നമ്മൾ നേടുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. എല്ലാം ചെറുതും വലുതുമാണെങ്കിൽ ഒരു ഇൽമാണ്, ഒരു വിജ്ഞാനമാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട, മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു അറിവും വിജ്ഞാനവുമായിട്ട് അള്ളാഹുവിനെ പറ്റിയുള്ള സംഗതികൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് ഒരു ഘട്ടം. രണ്ടാമത്തേത്, അള്ളാഹുവുമായുമുള്ള ബന്ധം ലൈവായി നിർത്താൻ ഈമാൻ എന്നത് യഖീൻ എന്ന നിലവാരത്തിലേക്ക് ഉയരണം. യഖീൻ എന്ന് പറഞ്ഞാൽ 100% ഉറപ്പും സംശയം അല്പം പോലും ഇല്ലാത്ത വിശ്വാസം. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അൽ യഖീനു അൽ ഈമാനു കുല്ലുഹു. ഈമാൻ എന്ന് പറഞ്ഞാൽ യഖീൻ തന്നെയാണ്. അല്പം പോലും സംശയിക്കാത്ത, ലോകത്താര് എന്ത് പറഞ്ഞാലും മനസ്സിന് കുലുക്കം വരാത്ത ഒരു ബോധ്യം. അതാണ് അള്ളാഹുവിനെ പറ്റി നമുക്ക് വേണ്ടത്. ഖുർആൻ ചോദിക്കുന്നു, ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്. ശരിയായ യഥാർത്ഥത്തിലുള്ള അള്ളാഹു അതല്ലേ? തൊട്ടുമുകളിൽ ഒരുപാട് പ്രാപഞ്ചികമായ സംഭവങ്ങളും ദൃഷ്ടാന്തങ്ങളും വിവരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ചോദിക്കുന്നത്,
ഈ പടച്ചവനല്ലേ യഥാർത്ഥ പടച്ചവൻ? യഥാർത്ഥ പടച്ചവൻ അതാണെങ്കിൽ പിന്നെ ആ ഹക്കിന് പുറമെ ലലാലത്തല്ലാത്ത മറ്റൊന്നുമില്ല. അപ്പോൾ ഒരു സംശയത്തിനും ഇടമില്ലാത്ത രൂപത്തിലുള്ള പൂർണ്ണമായ പരമാർത്ഥത്തിലേക്ക് മനസ്സിനെ നമ്മൾ നയിച്ചു കൊണ്ടുപോവുക എന്നതാണ് ഈ യഖീൻ ഉണ്ടാവാൻ കാരണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആയത്തുകൾ വേറെയുമുണ്ട്. താബിയകളായ ആളുകളിൽ പലപ്പോഴും എങ്ങനെയാണ് യഖീൻ, ഈ പറഞ്ഞ സംശയമില്ലാത്ത ബോധ്യം ഉണ്ടാക്കുക എന്ന് പറയാറുണ്ട്. അവർ പറഞ്ഞത് അല്ലാ യഖ്തുറ ബിബാലിക അന്നല്ലാഹ യറുദ്ദുക. നീ എന്ത് ചോദിച്ചാലും നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹു നിന്നെ തിരസ്കരിക്കുകയില്ല എന്ന് പൂർണ്ണമായും മനസ്സിൽ സൂക്ഷിച്ച് ബോധ്യപ്പെട്ട് വിശ്വസിക്കുക. അതാണ് യഖീൻ. താൻ എന്ത് ചോദിച്ചാലും പടച്ചവൻ തരും. അങ്ങനെ ഒരു ധൈര്യം നമുക്കുണ്ടോ? അങ്ങനെ ധൈര്യപ്പെടാൻ മാത്രം നമ്മുടെ മുമ്പിൽ, നമ്മുടെ കയ്യിൽ അമലു സ്വാലിഹാത്തുകളുണ്ടോ? അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം നിലനിർത്താൻ മാത്രം അള്ളാഹുവുമായിട്ട് നമുക്ക് അടുപ്പമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ യഖീനിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു ഉഴപ്പൻ മട്ടിൽ ചോദിക്കേണ്ടതില്ല. ഉദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്ന ബോധ്യത്തിൽ തന്നെ ചോദിക്കണം. ശരിയാണെങ്കിൽ തന്നാട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലല്ല പടച്ചവനോട് ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. എന്തായിരുന്നാലും ഞാൻ ചോദിച്ചതും ചോദിക്കുന്നതും കിട്ടിയിരിക്കും എന്ന ബോധ്യത്തിലും ഉറപ്പിലുമായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു. അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നു കൊടുക്കുന്നത് യഖീന് തന്നെയാണ്. അപ്പൊ ഈ രൂപത്തിൽ തനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എത്ര ലഭിച്ചാലും അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു നേട്ടമായിട്ട്, ഒരു മൂലധനമായിട്ട് കൊണ്ടു നടക്കാനാണ് ഈ പറഞ്ഞ യഖീൻ എന്ന ഈമാനിനെ നാം സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹിയുടെ അടുത്ത് ഹുസൈൻ എന്ന ഒരാൾ വന്നു. അയാൾ വന്നപ്പോൾ മുസ്ലിം ആയിരുന്നില്ല, പിന്നീട് മുസ്ലിമായി. അദ്ദേഹത്തോട് ചോദിച്ചു റസൂലുള്ളാഹ്, യാ ഹുസൈൻ കം തഅബുദുൽ യൗമ ഇലാഹൻ. അല്ല ഹുസൈൻ, ഇന്ന് നിങ്ങൾക്ക് എത്ര ദേവന്മാരുണ്ട്? അദ്ദേഹം പറഞ്ഞു, സബ്അ, എനിക്ക് 7 ദൈവങ്ങളുണ്ട്, പടച്ചവന്മാരുണ്ട്. 6 ഭൂമിയിലും 1 മുകളിലും, ആകാശത്തും. നബി ചോദിച്ചു, ഇതിൽ ആരാണ് നിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിർവഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ലദീ ഫിസ്സമാ, മുകളിലുള്ള പടച്ചവനാണ്, അതിനൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എങ്കിൽ പിന്നെ ഹുസൈനെ ആ ഒരു പടച്ചവനെ പോരെ നിനക്ക് എന്ന് ചോദിച്ചു. അതായത് അഖീദത്ത് തൗഹീദ്, അള്ളാഹുവിന്റെ തൗഹീദ് ചെറിയ ഒരു തെർബിയത്തിലൂടെ അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. ലളിതമായ ഉദാഹരണം, എല്ലാ ആവശ്യങ്ങൾക്കും അവനാണ് അവലംബിക്കേണ്ടതെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റുള്ളവർ എന്നത് ഏത് മനസ്സിനെയും തട്ടി ഉണർത്തും. ആ ഒരു പോയിന്റിലേക്കാണ് അള്ളാഹുവും ചോദിക്കുന്നത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. ഈ പറഞ്ഞ സകലമാന കാര്യങ്ങൾക്കും മനുഷ്യന് അള്ളാഹു തന്നെ മതിയല്ലോ, അള്ളാഹു പോരെ എന്നാണ് ഉണർത്തുന്നത്. ഇവിടെയാണ് അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് നാളെയൊക്കെ നമ്മൾ മുഹറം നോൽക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയുണ്ടായി. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ മാസമായിട്ട് മുഹറത്തെ എടുത്തു പറയുകയും ചെയ്തു.
അദ്ദേഹത്തിനും ഈ പറഞ്ഞ ഒരു യഖീൻ, ദൃഢബോധം കൈവരിക്കാൻ കഴിഞ്ഞിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എണ്ണി 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 അദ്ദേഹം ചോദിക്കുന്നുണ്ട്. റബ്ബിശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി, എന്റെ മനസ്സിനെ വിശാലമാക്കണമേ, കാര്യങ്ങൾ എളുപ്പമാക്കണമേ, സംസാര വൈകര്യങ്ങൾ പരിഹരിച്ചു തരണമേ എന്നിങ്ങനെ കുറെ ചോദിച്ചു. ഒറ്റയടിക്ക് അതിന്റെ പ്രതികരണം കേട്ടു. മൂസ, ഇതാ എല്ലാം കിട്ടിയിരിക്കുന്നു. എന്തെല്ലാമാണോ ചോദിച്ചത് മുഴുവൻ കിട്ടി. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പറഞ്ഞ ഈമാൻ എന്ന യഖീനിലേക്ക്, ഒരു സംശയവുമില്ലാത്ത ഈമാനിലേക്ക് സ്വന്തം മനസ്സിലൂടെ എത്താൻ കഴിഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചോദിച്ചത് മുഴുവനും തത്സമയം കിട്ടുക, ആ ഒരു നേട്ടവും ആനുകൂല്യവും കിട്ടി. അത് പ്രവാചകന്മാർക്ക് മാത്രമുള്ളതല്ല, അവരുടെ അനുയായികളായ മുസ്ലിങ്ങളായ നമുക്ക് എല്ലാ കാലത്തും അള്ളാഹുവിന്റെ കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് അള്ളാഹുവും അതുപോലെ പ്രതികരിക്കും എന്നാണ് ഈ ആയത്തുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനൊരു യഖീൻ, 100% ഉറപ്പ് എന്നത് കുറച്ചൊക്കെ ബലഹീനമാകുന്നതും ഇല്ലാതായി പോവാനും ചില രംഗങ്ങൾ ജീവിതത്തിലുണ്ട്. പ്രധാനമായും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വരുമ്പോൾ കുറച്ചൊക്കെ ഈമാൻ ബലഹീനമാകുന്നു. എന്തൊരു പടച്ചവനാണ്, ഞാൻ ചോദിച്ച് കിട്ടിയില്ല, എന്നേക്കാളും മറ്റുള്ളവർക്ക് ധാരാളം വാരിക്കോരി കൊടുത്തല്ലോ എന്നൊക്കെ മനസ്സിങ്ങനെ മന്ത്രിക്കും. അത് സ്വാഭാവികമായും അള്ളാഹു തന്നെ നമുക്ക് ഏൽപ്പിക്കുന്ന ചില പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമായി കണ്ടുകൊണ്ട് അതിൻ്റെയും മുകളിലേക്ക് പോവാനാണ് മനസ്സിനെ നമ്മൾ തരപ്പെടുത്തേണ്ടത്. കുറെ പ്രയാസങ്ങൾ സഹിച്ചാൽ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ വൃത്തിയായി കിട്ടും. നമ്മുടെ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിലേക്ക് അഴുക്കുള്ള കുറെ വസ്ത്രങ്ങൾ ഇടുന്നു, അത് ഉരുട്ടുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, കുലുക്കുന്നു. അവസാനം അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ വൃത്തിയുള്ള വെടിപ്പുള്ള വസ്ത്രമായിട്ട് പുറത്തു വരുന്നു. ഇത് തന്നെയാണ് ജീവിതത്തിന്റെയും അവസ്ഥ. ജീവിതത്തിൽ കുറെ അടിയും തൊഴിയും പ്രഹരവും ഇടിക്കലും കുത്തലുമായിട്ട് പല ഭാഗത്തു നിന്നുണ്ടാകും. അത് രോഗമായിരിക്കാം, സാമ്പത്തിക പ്രയാസമായിരിക്കാം, നഷ്ടങ്ങളായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ അതെല്ലാം കഴിഞ്ഞാൽ, കുറച്ചു കഴിഞ്ഞാൽ വൃത്തിയുള്ള തിളക്കമുള്ള മനസ്സും ശരീരവും ആത്മാവും നമുക്ക് സ്വന്തമാക്കാനും സാധിക്കും. ഈ രൂപത്തിൽ പ്രയാസങ്ങളെ കാണുക എന്നതാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെയാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്നിടത്ത് അള്ളാഹുവിനെ പറ്റി വേണ്ടാത്തത് വിചാരിക്കുകയില്ല. ഈമാൻ എന്ന യഖീൻ എന്ന ഈ ഉറപ്പ് അവിടെ വെച്ച് അവസാനിക്കുകയുമില്ല. അത്തരത്തിൽ അള്ളാഹുവിനെ അറിയുക, അറിഞ്ഞവരാണ് അതിനേക്കാളേറെ അള്ളാഹുവിനെ നമ്മൾ കൂട്ടുപിടിക്കുക. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, അള്ളാഹുവിന്റെ സാന്നിധ്യം, അള്ളാഹുവിന്റെ മഅയ്യത്ത് വിശ്വാസികൾക്കൊപ്പം, ഭക്തന്മാർക്കൊപ്പം, നന്മ ചെയ്യുന്നവർക്കൊപ്പം എന്നിങ്ങനെ ഖുർആനിൽ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിച്ചാൽ എനിക്ക് ഒന്നിനെയും പേടിക്കേണ്ടതില്ല, ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. ശുഭാപ്തിയിലായിരിക്കണം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ധൈര്യം അവലംബിച്ചുകൊണ്ട്, പ്രാർത്ഥനാ നിർഭരായിക്കൊണ്ട്, ആരാധനാനിരതമായ അമലുകളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ കാര്യം സ്വന്തം നാം സാധിക്കുക. അല്ലാഹു നമ്മയെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച ഒരു സ്വഹാബിയുടെ സംഭവം നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. 7 ദേവന്മാർക്ക് പകരം
ഒരു പടച്ചവൻ പോരെ എന്നത് അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചുലച്ചു, സത്യത്തിലേക്ക് നയിച്ചു. അതിനുശേഷം റസൂലുള്ള അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഹുസൈൻ, ഞാൻ നിനക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാം. അത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ വഴി തെറ്റുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. നമ്മുടെയും ജീവിതത്തെ എപ്പോഴും ഭക്തിയിൽ ഉറപ്പിച്ചു നിർത്താൻ മനസ്സിനെയും ചിന്തയെയും അങ്ങോട്ടും ഇങ്ങോട്ടും പതറിപ്പോവാതിരിക്കാൻ അത് സഹായിക്കും. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വഅഇദ്നി മിൻ ശർരി നഫ്സി. പടച്ചവനെ, എനിക്ക് റുഷ്ദ് തോന്നിപ്പിക്കണമേ. റുഷ്ദ് എന്ന് പറഞ്ഞാൽ സന്മാർഗബോധം, ധർമ്മചിന്ത, വിവേകം. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഘടകങ്ങളാണ് അതൊക്കെ. ചിന്തിക്കുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഇടപെടലുകൾ നടത്തുകയാണെങ്കിലും പെരുമാറ്റത്തിലുമൊക്കെ വളരെ ആവശ്യമുള്ള ജീവിതത്തിന്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ റുഷ്ദ്. അത് നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ടുള്ളത്. സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ക്യാമ്പസുകളിലൊക്കെ ഒരുപാട് നന്മകളുണ്ടെങ്കിലും അതിന് മറുഭാഗത്തുള്ള പല ചെറിയ ചെറിയ കാര്യങ്ങളാകുന്നു എന്ന് വിചാരിക്കുന്നതൊക്കെ മനുഷ്യന്റെ ഈ വിവേക, സന്മാർഗ, ധർമ്മചിന്തയെ ഹനിച്ചു കളയുന്നതാണ്. അപ്പോൾ എല്ലാ സന്ദർഭത്തിലും നമ്മുടെ ഈമാൻ ഭംഗിയായി നിലനിൽക്കാനും അതിന് അനുഗുണമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനും മനസ്സ് പ്രയാസങ്ങളാവട്ടെ സുഖങ്ങളാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുരഞ്ഞു പോവാതിരിക്കാനുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മുൻനിർത്തി നമ്മളോട് ഈ കാര്യം പറയുന്നത്, ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി, പടച്ചവനെ, എനിക്ക് എൻ്റെ വിവേകവും സന്മാർഗ ചിന്തയും തോന്നിപ്പിച്ചു തരണമേ. വഅഇദ്നി മിൻ ശർരി നഫ്സി, അതുപോലെ എൻ്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഷർറ്, തിന്മയുണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ എന്ന്. ഷർറ് എന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ പോലും മനുഷ്യ സഹജമായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അവിടെയും ഒരു കാവലായിട്ട് വേണ്ടത് പടച്ചവന്റെ തൗഫീഖ് തന്നെയാണ്. ഈ രൂപത്തിൽ തിന്മയിലേക്ക് മനസ്സ് പോവാതിരിക്കാനുള്ള ഒരു പ്രതിരോധം. ഏത് കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ നിൽക്കുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ സംസാരിക്കുന്നത് വിവേകമാണോ ധർമ്മമാണോ എന്ന് പുനരാലോചിക്കുവാനുള്ള ഒരു സന്ദർഭം. ഈ രൂപത്തിലൊക്കെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. മനസ്സ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത സങ്കീർണതയുള്ള അത്യത്ഭുതമായ ഒരു യന്ത്ര സംവിധാനമാണ്. അതിനെ അതിജീവിക്കാൻ പറ്റിയ ഒരു യന്ത്രവും ലോകത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അങ്ങനെയുള്ള വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഈ മനസ്സിനെയാണ് ഈ വക കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ആടിപ്പോവാതെ ഉലഞ്ഞു പോവാതിരിക്കാൻ, ബാലൻസ്, സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരേ ഒരു ഘടകം മാത്രം മതി. അതാണ് നമ്മൾ പറഞ്ഞ ഈമാൻ. കേവല ഈമാനല്ല, ഉറപ്പുള്ള യഖീനുള്ള ഈമാൻ. ആ ഈമാൻ നമുക്ക് മനസ്സിലുള്ള കാലത്തോളം ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇൽഹാം, ശരിയാണോ തെറ്റാണോ ന്യായമാണോ ചെയ്യേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് തോന്നിപ്പിച്ചു തരും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തത്. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, നീ ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ ഫതദബ്ബർ ആഖിബതക, ആ കാര്യത്തിന്റെ പര്യാവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നിയാൽ എടുത്തു ചാടി ചെയ്യാതെ അതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എന്ത് സംഭവിക്കും എന്നൊന്ന് ഗൃഹപാഠം നടത്തുക.
എന്നിട്ട് ശരിയാണ്, ന്യായമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നീ മുന്നോട്ട് പോവുക. അല്ല, എന്തെങ്കിലും ആശങ്കകൾക്ക് ഇടമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നീ അവിടം വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നാണ് അദ്ദേഹം തുടർന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഒരു കാര്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവേകത്തെ, ധർമ്മചിന്തയെ എങ്ങനെ മനസ്സിൽ കുടിയിരുത്താം എന്നുള്ളതിൻ്റെ പ്രവൃത്തി രൂപമാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ പാലിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക. നാം തെറ്റിപ്പോയാൽ, വഴി പിഴച്ചു പോയാൽ ആർക്കും നമ്മളെ പറഞ്ഞ് ശരിപ്പെടുത്താൻ സാധിക്കുകയില്ല. നമ്മുടെ മനസ്സും അതിലുള്ള ചിന്തകളും നന്നാവാത്ത കാലത്തോളം. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസിക്കും മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നന്മയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിട്ടേൺ തിരിച്ചു വരുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. പുണ്യവും സൽപ്രവൃത്തിയുമാണ് ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ അത് അയാൾക്ക് തന്നെ കിട്ടും. മറുഭാഗവും പ്രധാനമാണ്. മോശമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പര്യാവസാനം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു നമ്മയെല്ലാം എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഈമാനോടുകൂടെ, നല്ല ഭക്തിയോടുകൂടെ, അമലുസ്വാലിഹാത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ പടച്ചവനെ നീ ഞങ്ങളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. നമ്മുടെ മക്കളിലും വളർന്നു വരുന്ന കുട്ടികളിലുമൊക്കെ പടച്ചവനെ നിന്നെ പറ്റിയുള്ള ബോധവും സന്മാർഗ ചിന്തയും നല്ല വിവേകവും കാര്യപ്രാപ്തിയും നൽകി ഞങ്ങളുടെ മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ പടച്ചവനെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, സ്വതക്കയും നമസ്കാരവും മറ്റു പുണ്യങ്ങളും ഒക്കെ ഈ ലോകത്തും പരലോകത്തും പ്രതിഫലം ലഭിക്കുന്ന നാം എന്ത് ചോദിക്കുകയാണെങ്കിലും അതെല്ലാം അല്ലാഹു തത്സമയം നമുക്ക് വകവെച്ച് നൽകുന്ന കാര്യങ്ങളായിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും പടച്ചവനെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങളായി പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, മറ്റു വിഷമങ്ങൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകി ആശ്വാസം നൽകി വളരെ സമാധാനപൂർണമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.